ജീവിതത്തിൽ ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നല്ലാതെ തിരുവോണ സദ്യ കഴിച്ച ഒരു ദിവസമായിരുന്നു ഇത്. അതും തൃക്കാക്കരയപ്പന്റെ സന്നിധിയിൽ വെച്ചിട്ട്. അച്ഛനെയും അമ്മയും അനിയത്തിയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും അവിടെ എത്തിയപ്പോ അതാ വീട്ടുകാരെ പോലെ തന്നെ കുറച്ച് പേര് എന്റെ കൂടെ ചേർന്നു. അവരാരൊക്കെയാണെന്നുള്ളത് പിന്നീട് പറയാട്ടോ. തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ വളരെ പ്രസിദ്ധമാണ്. പക്ഷെ ഇത്രയും കാലം ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ഇത്തവണ ഞാൻ ആദ്യമായിട്ടാണ് തിരുവോണ സദ്യ കഴിക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നത്. വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന നേരത്താണ് മുരളി അങ്കിളിനെ ഞാൻ പരിചയപ്പെടുന്നത്. മുരളി അങ്കിളിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുകയൊക്കെ ചെയ്ത് ക്യൂവിൽ വന്ന് നിൽക്കുമ്പോഴാണ് മറ്റു രണ്ടുപേരും കൂടെ പരിചയപ്പെടുന്നത്. ഏതാണ്ട് 2-2.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സീറ്റിലേക്ക് ചെന്ന് ഇരിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം തൊടുകറികളും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പേരാണ് കേട്ടോ സദ്യ കഴിക്കാൻ എത്തിയിട്ടുള്ളത്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തന്നെ പോലീസും വോളണ്ടിയേഴ്സും അതല്ലാതെ തന്നെ ഭക്ഷണം വിളമ്പുന്നതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം വോളണ്ടിയേഴ്സും ക്ഷേത്ര കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. ക്യൂ നിന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞങ്ങൾ നീരജിനെയും അതുപോലെ തന്നെ നീരജിന്റെ അമ്മയും പരിചയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഒന്നിച്ചിരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ കയറി അങ്ങോട്ട് ഇരുന്നു. അതിനുശേഷം ചോറ് വന്നു, സാമ്പാർ വന്നു, രസം വന്നു, മോര് വന്നു, 2 കൂട്ടം പായസവും വന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സുമതി അമ്മ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മുരളിയങ്കളാണെങ്കിൽ തൊട്ടപ്പുറത്തിരുന്ന് ഗംഭീരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അങ്ങനെ കഴിച്ചു തുടങ്ങി. ആ എന്താ രസം! നല്ല പായസം, പാലട പ്രഥമനും അതുപോലെ തന്നെ ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് തിരുവോണ നാളിൽ തൃക്കാക്കര അമ്പലത്തിൽ വെച്ചിട്ട് തിരുവോണ സദ്യ കഴിച്ചു. കൂടെ ഒരച്ഛനും 2 അമ്മമാരും ഒരു സഹോദരനെയും എനിക്ക് അവിടെ വെച്ചിട്ട് കിട്ടി. ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്.